CPM-മായി ഇടഞ്ഞ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെയും VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് നീക്കം. പ്രേംകുമാറിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്തും A സുരേഷിനെ മലമ്പുഴയിലും മത്സരിപ്പിച്ചേക്കും. CPIM അനുനയത്തിന് വഴങ്ങാത്ത പ്രേംകുമാറുമായി കോൺഗ്രസ് ചർച്ചകൾ തുടരുകയുമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. നാളെ എന്താണെന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റൂല. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ ഒരിക്കലും ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല. ഇപ്പൊ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിരിക്കും. ഞാനിപ്പോ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. മറ്റൊരു തീരുമാനങ്ങളിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല. നാളെ പാലക്കാട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പൊതുയാത്രയിൽ A സുരേഷ് ഒരുപക്ഷെ പങ്കെടുത്തേക്കും. ചർച്ചകൾ A സുരേഷ് സ്ഥിരീകരിച്ചു. UDF സ്ഥാനാർത്ഥിയാവണമെന്ന് അവർ എന്നോട് സമീപിച്ചിരുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടത് ഞാനല്ല, UDFന്റെ ഉന്നത നേതൃത്വം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു. ഞാനും അതവരോട് തിരിച്ച് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. എല്ലാം ആലോചിക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനെപ്പോഴും ഒരു ഇടതുപക്ഷ നിലപാട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇന്നും നാളെയും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ പാർട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരൊപ്പമാണ് ഞാനുള്ളത്. എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ തുടരും. അത് എങ്ങനെ എന്നുള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത്. അതേസമയം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇന്ന് KPCC ആസ്ഥാനത്ത് നടക്കും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രചാരണ സമിതി യോഗം ചേരുകയുമാണിപ്പോൾ. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദും ഷാരിഖ് നവാസും ചേരുന്നു. അലക്സ്, പ്രേംകുമാർ രാവിലെയും മോർണിംഗ് ഷോയിൽ SKനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വൃണിത ഹൃദയത്തെപ്പറ്റി അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇന്നലെ കടകംപള്ളി അവിടെ എത്തി കാണാൻ കഴിയാതെ മടങ്ങുന്ന കാഴ്ച നമ്മൾ രാത്രി കണ്ടിരുന്നു. അപ്പോൾ പ്രേംകുമാർ ഇനി ഇടതുപക്ഷവുമായി അടുപ്പമില്ല എന്നുറപ്പിച്ച മട്ടാണ്. അറിയാനുള്ളത് UDFന്റെ സ്ഥാനാർത്ഥിയാവൂ എന്നത് മാത്രമാണ്. അലക്സ്, ഹാഷ്മി, തീർച്ചയായും ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തന്നെ മുറിവേൽപ്പിച്ചു, തനിക്ക് അങ്ങേയറ്റം വേദനയുണ്ട് അതിലെന്നുള്ള കാര്യം പ്രേംകുമാർ ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറയുകയാണ്. അതേസമയം തന്നെ ഇക്കാര്യങ്ങൾ പ്രേംകുമാർ തുറന്നു പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പ് അദ്ദേഹത്തെ സമീപിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ, ഉന്നത നേതാക്കൾ തന്നെ പ്രേംകുമാറുമായി ചർച്ച നടത്തുന്നു. KC വേണുഗോപാൽ അദ്ദേഹത്തോട് സംസാരിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗമായി പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് പ്രേംകുമാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ക്യാമ്പിൽ എത്തുകയും അദ്ദേഹം തിരഞ്ഞെടുപ്പിലേക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയും ചെയ്താൽ അത് തിരുവനന്തപുരം ജില്ലയിൽ അത് മുതൽക്കൂട്ടാകുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ 6 മണ്ഡലങ്ങൾ, പാറശാല, നെയ്യാറ്റിങ്കര, കാട്ടാക്കട, കോവളം, നെടുമങ്ങാട് തുടങ്ങിയ 6ഓളം മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിക്കും. പ്രേംകുമാറിന്റെ വരവും പ്രേംകുമാർ മത്സരിക്കുന്നതും പ്രതിഫലിക്കും. പ്രത്യേകിച്ച് നാടാർ സമുദായത്തിനിടയിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ CPM നേതാക്കൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. സമാനമായി തന്നെ CPM നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രേംകുമാർ വഴങ്ങുന്നില്ല. അദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അദ്ദേഹം ഇപ്പോഴും താൻ തെരഞ്ഞെടുപ്പിലേക്കുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നാളത്തെ കാര്യം എന്താകുമെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം നാളെ അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് കൃത്യമായ ഒരു ഓഫർ തന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ, നിർണായക ചർച്ചകൾ ഇന്ന് KPCC ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗമാണ്. ആദ്യ യോഗമാണ് നടക്കുന്നത്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് നടക്കുന്നത്. ആ യോഗം കഴിഞ്ഞ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി KPCCയുടെ നേതൃയോഗമുണ്ട്. KPCC രാഷ്ട്രീയ എന്തായാലും പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങൾ CPM നടത്തുന്നുണ്ട്. അത് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ A സുരേഷിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അനുനയ നീക്കത്തിലേക്ക് CPM പോകുന്നില്ല എന്ന് തോന്നുന്നു. അത് പുറത്താക്കിയതാണ്. പുറത്താക്കിയവരെ പുറത്താക്കിയത് അന്തിമമാണ്. അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല. അക്കാര്യത്തിൽ ഒന്നല്ല 100 തവണ പറഞ്ഞാലും അത് പുറത്താക്കിയവർ പുറത്തു തന്നെ എന്ന് MV ഗോവിന്ദ് പറഞ്ഞു. അതുകൊണ്ട് A സുരേഷിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അനുനയമില്ല. പക്ഷേ പ്രേംകുമാറിന്റെ കാര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.